ഈ കളിയാക്കിയ വ്യക്തികൾ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല, റോഡ് സൈഡിലൂടെ നടന്നു പോണ വ്യക്തികളെ വരെ എത്ര വളരെ മോശമായ രീതിയിലാണ്, അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പം അമ്മക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവരിങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്ന അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നെങ്കിലും നോമ്പ് തുറക്കാമെന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നുറങ്ങി. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു അതിനൊക്കെ പടച്ചോൻ എന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽക്കാരുമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ എന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കൊക്കെ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണോ അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം सेम वीडियो था पर एडिट बदलने से 16,000 व्यूज आ गए। अर्जुन रोज कई घंटे बैठता था। ഈ സംഭവങ്ങളിലൊക്കെ ഈ നോമ്പ് തുറവിന്നും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പടച്ചോൻ നമ്മളെന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സംഭവങ്ങളും ഇവരായിട്ട് എന്ത് ബന്ധം വരുന്ന കാര്യത്തൊന്നും പടച്ച റബ്ബ് ചെയ്തു നമ്മളെ ഇന്ന് ഒഴിവാക്കി തന്നു. അപ്പോൾ അത് ഞാൻ വലിയൊരു ബർക്കത്തായിട്ട് കാണുന്നത്. കാരണം അതിനെങ്ങനെ പടച്ചവനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. കാരണം ഞാൻ മനസ്സുകൊണ്ട് സ്വന്തം എടുത്ത ഡിസ്റ്റൻസ് അല്ല. ഞാനിപ്പോൾ ഇതൊക്കെ പോയോക്കിയാലോ എന്നുള്ളത് എനിക്ക് വിചാരിച്ചിരുന്നത്. കാരണം ഇവരിങ്ങനെ നിൽക്കാണ്ട് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, കുറേ നമ്മളെ വിളിക്കണമല്ലേ, കോൺടാക്ട് ചെയ്യണമല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ തടസ്സം പടച്ചവൻ തരുമ്പോഴും അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദൈവം നേരത്തെ മുൻകൂട്ടി ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും ഇന്നവിടെ എത്തിക്കാഞ്ഞതും ഞങ്ങളെല്ലാവരും അവരായിട്ടൊരു ബന്ധത്തിന് നിർപ്പിക്കാഞ്ഞതും. അപ്പോൾ അത് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പടച്ചവനോട് സർവ്വശക്തനോട് നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ.